ഹലോ. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ PSCയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, ഫ്രീ ക്ലാസ്സസ്. അപ്പോൾ എല്ലാ ടോപ്പിക്കിലും അതുപോലെ തന്നെ ഒരുപാട് പേര് ഫ്രീ ആയിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ, കുറേ ടീച്ചേഴ്സും സാറുമാരും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ അതിനോടൊപ്പം അത്രയും ആ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ള യൂട്യൂബ് ചാനലുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഞാനൊക്കെ വളരെയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെയധികം കുറവുള്ള ആളായിരിക്കും. ഞാനൊക്കെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം എനിക്കൊന്നും അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെയൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. എല്ലാവരും അത് നോക്കി പഠിക്കുന്നവരായിരിക്കും. PSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ചൊറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് PSCയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുണ്ട്. ഞാനെന്നല്ല, ഇപ്പം ആരായാലും ഒരു അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ റിയൽ അനുഭവം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടിയാണ് നിങ്ങൾ ഓരോന്ന് കമൻറ്റിലൂടെ ചോദിക്കുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് പഠിക്കാനും ഒരു എനർജിയാണ്. ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടതാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ബ്ലോഗ് പോലെ ഇട്ടതാണ്. പിന്നെ അതിനകത്തെ കമൻസൊക്കെ കണ്ടപ്പോൾ വീണ്ടും വീഡിയോസ് ഇടാൻ ആഗ്രഹം തോന്നിയാണ്. പിന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ശരിക്കും ഞാൻ ഒരു 3 മാസം മുമ്പ് 2 വീഡിയോസ് എന്തോ ഇട്ടിരുന്നു. അതിന് 4 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ 3 മാസം മുമ്പ് എന്തോ ഒരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ എന്തോ ആണ്. അതിനുശേഷം 1 മന്ത് ആയിട്ടേ ഉള്ളൂ ഞാൻ കറക്റ്റായിട്ട് ഒരു 2-3 ദിവസം ഇടവിട്ടുമൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ നാൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് 2-3 പേരുടെ കമൻസൊക്കെ കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവർ സീരിയസ് ആയിട്ടായിരിക്കാം കാര്യങ്ങൾ തിരക്കുന്നത്. പക്ഷെ ഒരുമാതിരി നമ്മളെ ഒരുമാതിരി എന്താണ് കളിയാക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ ഒരുമാതിരി അവർക്കെന്തോ നമ്മളെ നന്നായിട്ട് അറിയാവുന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അത് ഞാൻ ഇങ്ങനത്തെ രീതിയിലൊന്നുമല്ല ചിന്തിച്ചത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വളരെയധികം എന്തോ വിഷമമല്ല, എന്തോ ഒരു എന്താണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ശരിക്കും ഇതിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എൻ്റെ എക്സാമിൽ എന്തൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവങ്ങളെന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്കത് ഹെൽപ്ഫുള്ളായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേര് നല്ലതായിട്ട് നിൽക്കുമ്പോൾ ഇടയിൽ 2-3 ആൾക്കാർ കാണുമല്ലോ കീടാണുക്കളെ പോലെ. അതുകൊണ്ട് പിന്നെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും ആരെയും അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെ നെഗറ്റീവായിട്ട് കമൻ്റ് ഇട്ട് ബാക്കിയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കമൻ്റ് ഇടുന്നവർക്കും കൂടെ അതൊരു നെഗറ്റിവിറ്റിയാണ് അവർ സ്പ്രെഡ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ വലിയ PSCയുടെ വലിയ ചാനലും ഇതൊന്നും ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ചൊറിയാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമേ അവർ ശരിക്കും പഠിക്കുക എന്നുള്ള അതല്ല അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുപോലെ കമൻസിൽ കയറിയിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇടുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻസൊക്കെ വരുന്നത് ദയവായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് PSC ചാനൽസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ആളുടെ വീഡിയോസിലും കയറി ഇങ്ങനെ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ തളർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമൻസ് ഇടാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കമൻസ് ഇടാനുള്ള റീസൺ ആ വീഡിയോസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശരി, സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കമൻറ്റ് ഇടാം. പക്ഷേ ഒന്നുമില്ലാതെ വെറുതെ കമൻറ്റ് ഇടുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. കൂടുതലും സിസ്റ്റേഴ്സാണ് ഇത് കാണുന്നത്. കൂടുതലും ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഏജൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും എൻ്റെ ചാനൽ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ 25 മുതൽ 35 വരെയുള്ള ഏജിനിടയിലുള്ളവരാണ് കൂടുതലും എൻ്റെ ചാനൽ. അത് കൂടുതലും ഗേൾസ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ സെയിം ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങൾ, വീട്ടമ്മമാരായിരിക്കും, കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതിനുള്ള കാരണം. ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ പോലും പറയാതെ വയ്യ, അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിനോടൊപ്പം ആർക്കെങ്കിലും SCRT ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയോ, അല്ലെങ്കിൽ എന്തൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയുള്ള എക്സാമിന് തീർച്ചയായിട്ടും നമുക്കത് പഠിക്കേണ്ടി വരും. പഴയ SCRTയും പഠിക്കേണ്ടി വരും, ഇപ്പോൾ പുതിയതും പഠിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും
ഒരുപാട് ചാപ്റ്റേഴ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. എല്ലാം പറയാനാണ് ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്തത്. അവരെ കമൻസിലൂടെ ആയാലും മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ എനിക്കറിയാം ഇത് കാണുന്നത് എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സാണ്, കൂടുതലും ഗേൾസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണെന്ന് എനിക്കറിയാം. നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം എപ്പോഴും. നന്നായിട്ട് പഠിച്ച് ഡൗട്ട്സുകൾ നിങ്ങൾ കമൻസിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ എന്തിനാണ് ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? അപ്പോൾ SCERT ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ താങ്ക് യു സോ മച്ച്.